പെണ്ണിന്റെ വീടടുക്കാറായതും കല്യാണ ചെറുക്കൻ ഇപ്പോൾ ടോയ്ലറ്റിൽ പോയേ പറ്റൂ എന്ന നിലയിൽ വയർ തിരുമിയിരിക്കുന്നത് കണ്ട അടുത്ത സീറ്റിലിരിക്കുന്ന ഉറ്റ സുഹൃത്ത് വർക്കിയും കാറിന്റെ മുൻ സീറ്റിലിരിക്കുന്ന ബ്രോക്കറും ഒരു നിമിഷം അന്താളിച്ചിരുന്നു പോയി. ആകാശേ, ഡാ സീനായോടാ? വർക്കി ആകാംക്ഷയോട് ചോദിച്ചു. മോതിരയിടൽ ചടങ്ങിന്റെ മുഹൂർത്തം തുടങ്ങാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ പെണ്ണിന്റെ വീട്ടിലെത്താറായിരുന്നു. അവർ സഞ്ചരിച്ചിരുന്ന കാർ തൊട്ടുപുറകെ മിനി ബസും വരുന്നുണ്ട്. ബ്രോക്കറിന്റെ മൊബൈലിലേക്ക് അപ്പോൾ വന്ന കോൾ പെണ്ണിന്റെ അച്ഛനായിരുന്നു. ചേട്ടാ, ഞങ്ങൾ എത്താറായി പറഞ്ഞു ഫോൺ കട്ട് ചെയ്തതും ബ്രോക്കർ ശ്വാസം പിടിച്ചിരിപ്പായി. എന്തിലും ഏതിലും നർമ്മത്തോടെ മാത്രം സംസാരിക്കുന്ന വർക്കിയുടെ മനസ്സിലും ആദ്യമായി. എടാ, നീ ആ കേക്ക് കഴിച്ചോടാ? വർക്കി സംശയത്തോടെ ചോദിച്ചു. ആ, ഇറങ്ങാൻ നേരം ഞാനത് കഴിച്ചടാ. ഈശോയെ! വർക്കി തലയിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു. എടാ, ഇന്നലെ വൈകിട്ട് നിന്റെ മുറിയിൽ നിന്ന് പിരിയാൻ നേരം ഞാനും ആ കേക്ക് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു. എനിക്ക് രാത്രി വയറിളകി. എടാ, ഇനി സമയം അധികമില്ല. ഒരു 1/4 മണിക്കൂർ പിടിച്ചു നിൽക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം. അപ്പോഴേക്കും ചടങ്ങ് കഴിയും. പിന്നെ പ്രശ്നമില്ല. ആകാശ ദയനീയതയോടെ വർക്കിയെ നോക്കി. നീ ഇപ്പോ നിനക്ക് ജോലി കിട്ടിയ ആ ദിവസത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചേ. ഒന്ന് ചിന്തിക്കാൻ. ആകാശൊന്ന് മൂളി. എത്ര സന്തോഷമായിരുന്നു അന്ന്. അതുപോലെ നിന്റെ ജീവിതത്തിലെ നല്ല നല്ല സമയങ്ങൾ ഒന്ന് ഓർത്തെടുത്തേ. ഇപ്പോ ആശ്വാസം വന്നില്ലേ? ആകാശിന്റെ മുഖത്തെ പിരിമുറുക്കം മാറിയത് ശ്രദ്ധിച്ച വർക്കി പറഞ്ഞു. അതേടാ, ഇപ്പോ ആ തോന്നൽ മാറി. ആകാശ് ആശ്വാസത്തോടെ പറഞ്ഞു. ഹോ, ആശ്വാസം. ഇത് ഞാൻ സ്വയം ഡെവലപ്പ് ചെയ്ത് പരീക്ഷിച്ചതാ. ഇതെനിക്ക് പലതവണ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. വർക്കി പറഞ്ഞതും എല്ലാവരുടെയും മുഖത്ത് ചിരി തെളിഞ്ഞു. ഇടയ്ക്ക് കയറി വന്ന ആ ആശയക്കുഴപ്പം മാറുകയും ചെയ്തു. കാർ വധൂഗ്രഹത്തിലെത്തിയതും എല്ലാവരും സ്വീകരിക്കാനായി അവിടെ റെഡിയായിരുന്നു. കാറിന് വെളിയിലിറങ്ങിയ ആകാശിനെ പെൺകുട്ടിയുടെ സഹോദരൻ കൈ കൊടുത്ത് സ്വീകരിച്ചതും ആകാശിന് വീണ്ടും ടോയ്ലറ്റിൽ പോകാനുള്ള ശങ്കയായി. അതിശക്തമായ ശങ്കയോടെ വയറ് പൊത്തിപ്പിടിച്ച ആകാശ് വർക്കിയുടെ ചെവിയിൽ പറഞ്ഞു. ഡാ, ഞാനിപ്പോൾ ഇവിടെ സാധിക്കും. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലടാ. ഉടൻ തന്നെ വർക്കി പെൺകുട്ടിയുടെ സഹോദരന്റെ ചെവിയിൽ അടക്കത്തിൽ കാര്യം പറഞ്ഞു. കൂടി നിന്നവർ കാര്യം അറിയാതെ എന്താണ് പ്രശ്നമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ആകാശ് വീടിനുള്ളിലേക്ക് ഓടി. പുറകെ പെണ്ണിന്റെ സഹോദരനും ബന്ധുക്കളും എല്ലാവരും ഓടി. കാര്യം അറിഞ്ഞ എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. സ്ത്രീകളിൽ പലരും മൂക്കത്ത് കൈവിരൽ വെച്ച് അടക്കി ചിരിച്ചു. ഓ, ഇതിലൊന്നും നാണിക്കണ്ടെന്നേ. ആർക്കും എപ്പോഴും പറ്റാവുന്നതല്ലേ? ടോയ്ലറ്റിന് വെളിയിൽ നിൽക്കുന്ന പെണ്ണിന്റെ അച്ഛൻ ബ്രോക്കറോട് പറഞ്ഞു. ആരോ അങ്ങോട്ട് വന്ന് പറഞ്ഞതും അകത്തെ മുറിയിൽ ഒരുങ്ങി സുന്ദരിയായിരിക്കുന്ന കല്യാണിയുടെ മുഖത്ത് ജാള്യത പ്രകടമായി. ടോയ്ലറ്റിൽ നിന്നിറങ്ങിയ ആകാശിന് എല്ലാവരെയും നോക്കാൻ ഒരു ചെറിയ ശങ്കയുണ്ടായിരുന്നു. ആ, വേഗം ആകട്ടെ, മുഹൂർത്തം തീരാൻ അധിക സമയമില്ല, പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു. ആകാശിന്റെ അടുത്തേക്കിരുന്ന് കല്യാണിയുടെ കൈവിരലിലേക്ക് ഇടാനുള്ള മോതിരം കയ്യിൽ പിടിച്ചതും ആകാശിന് വീണ്ടും കടുത്ത ശങ്കയായി. അവൻ എഴുന്നേറ്റതും മോതിരം കയ്യിൽ നിന്ന് തെറിച്ച് താഴേക്ക് പോയി. ആളുകളെ തള്ളിമാറ്റി ആകാശ് നേരെ ടോയ്ലറ്റിലേക്ക് ഓടി. പിന്നാലെ വർക്കിയും. പെണ്ണ് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണീരോടെ തൻ്റെ മുറിയിലേക്ക് ഓടി. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഇളിഭ്യരായി നിൽക്കുകയായിരുന്നു എല്ലാവരും. ഇളിഭ്യനായി മുഖം കുനിച്ച ആകാശ് ടോയ്ലറ്റിൽ നിന്നിറങ്ങിയതും പെണ്ണിന്റെ അച്ഛൻ അങ്ങോട്ട് വന്ന് ബ്രോക്കറുടെ ചെവിയിൽ പറഞ്ഞു. ഡോ, സമയത്തും കാലത്തും കക്കൂസിൽ പോകാത്തവനെയും കൊണ്ടാണോ താൻ ഇവിടെ ബന്ധത്തിന് കൊണ്ടുവന്നത്? ശേ, നാണക്കേട്. ഇവനെ കൊണ്ട് പോടോ ഇവിടുന്ന്. ഞങ്ങൾക്ക് താല്പര്യമില്ല ഈ ബന്ധത്തിന്. മുഹൂർത്തവും കഴിയാറായി. അതുതന്നെയല്ല, അശുഭമായ കാര്യങ്ങളല്ലേ നടന്നത്? ആകാശ് കൂടി കേൾക്കാനായി പെണ്ണിന്റെ അച്ഛൻ ബ്രോക്കറോട് പറഞ്ഞു. വല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു ചെറുക്കൻ കൂട്ടർ അവിടെ നിന്നിറങ്ങിയത്. ചടങ്ങ് മുടങ്ങിയതിൽ എനിക്ക് വിഷമമില്ലടാ. പക്ഷേ 2 അറ്റാക്ക് കഴിഞ്ഞ് വീട്ടിൽ വിശ്രമത്തിലിരിക്കുന്ന അമ്മ ഇതെങ്ങനെ എടുക്കും എന്നതാണ്. ഡാ, അതിന് ഈ വർക്കിയുടെ കയ്യിൽ വഴിയുണ്ട്. വർക്കി അവൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. ബസ്സിലുള്ളവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം, വർക്കി പറഞ്ഞു. മോനെ, അവസാനമാണെങ്കിലും പെണ്ണിൻ്റെ ദുഷിച്ച സ്വഭാവം ആരോ ഫോൺ വിളിച്ച് നിന്നെ അറിയിച്ചതായും ആ ബന്ധത്തിൽ നിന്ന് തലയൂരാൻ എൻ്റെ മോൻ നാടകം കളിച്ചതും നന്നായി. ഭാവിയിൽ വരാവുന്ന അപകടം മാറിപ്പോയല്ലോ, അത് മതി. അമ്മ ആകാശിനെ ആശ്വസിപ്പിച്ചു. ബസ് സ്റ്റോപ്പിലിരുന്ന കല്യാണി ഒരു ഓട്ടോ വരുന്നത് കണ്ടതും പെട്ടെന്ന് ചാടി എണീറ്റ് കൈ കാണിച്ചു. ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഓട്ടോ സ്പീഡിൽ മുന്നോട്ട് പോയി. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന സ്കൂൾ കുട്ടികൾ അടക്കത്തിൽ ചിരിക്കാൻ തുടങ്ങി. കല്യാണിയുടെ വെള്ള ചുരിദാറിന്റെ പുറകിൽ മുഴുവൻ രക്തക്കളർ അപ്രതീക്ഷിതമായി മെൻസസായ അവൾ ആകെ വിളറി വെളുത്ത് നിന്നുപോയി. ചേച്ചി, ഇത് കഷ്ടമായിപ്പോയി. ഞാൻ പാട് വാങ്ങിത്തരട്ടെ? ഒരു ഞരമ്പൻ അവിടെ നിന്ന് കമൻ്റടിച്ചു. അവൾ മുഖം കുനിച്ച് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഒരു ഓട്ടോ വരുന്നത് കണ്ടതും കല്യാണി റോഡിലേക്ക് ഇറങ്ങി. നിർത്തിയ ഓട്ടോയിലേക്ക് കല്യാണി ചാടിക്കയറി. വീട്ടിലെത്തിയതും കല്യാണി ബാത്റൂമിലേക്ക് കയറി. എത്ര ആഡംബരമായി നടത്തിയതാ വടക്കേതിലെ സുമതിയുടെ മകൾ പാർവതിയുടെ വിവാഹം. ദേ ഇപ്പോൾ
ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നുവെന്ന്. ബാത്റൂമിൽ നിന്നിറങ്ങിയ കല്യാണിയമ്മ അച്ഛനോട് പറയുന്നത് കേട്ട് ഒരു നിമിഷം നിന്നു. 10ൽ 10 പൊരുത്തം. 101 പവനോട്ട് അയച്ച പെണ്ണായിപ്പോൾ ഡിവോഴ്സിന് കോടതിയിലേക്ക് പോകുന്നത്. ഇത്രയേ ഉള്ളൂ വിവാഹം എന്നൊക്കെ പറയുന്നത്. നമ്മളന്ന് ആകാശെന്ന് ആ ചെറുക്കനോട് ചെയ്തത് ശരിയായില്ല. അങ്ങനെ അവരെ ആക്ഷേപിച്ച് വിടരുതായിരുന്നു. അമ്മ അച്ഛനോട് പറഞ്ഞ ആ വാക്കുകൾ കേട്ട കല്യാണി മുഖം പൊത്തിക്കിടന്നു. ബസ് സ്റ്റോപ്പിൽ വെച്ച് നടന്ന സംഭവവും അവളുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. അവൾ തൻ്റെ മൊബൈലെടുത്ത് ആകാശിൻ്റെ മെസ്സഞ്ചറിലേക്ക് മനസ്സില്ലാ മനസ്സോടെ ഒരു മെസ്സേജ് അയച്ചു. ആകാശിൻ്റെ മനസ്സിൽ വീണ്ടും ഒരു മോതിര കല്യാണം തെളിഞ്ഞു വന്ന നിമിഷങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. അമ്മയോട് കാര്യങ്ങളെല്ലാം തെളിച്ചു പറയാൻ വർക്കിയുണ്ടായിരുന്നു. അങ്ങനെ അന്ന് വീണ്ടും ഒരു മോതിര കല്യാണ യാത്ര ആ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കല്യാണിയുടെ വീട്ടിലേക്ക്. പെണ്ണിൻ്റെ വീട്ടിലെത്തി ചടങ്ങ് തുടങ്ങാനായി ആകാശിൻ്റെ അരികിലേക്കിരുന്ന കല്യാണിയുടെ കൈവിരലിലേക്ക് മോതിരം ഇടാനായി ഒരുങ്ങിയതും പെട്ടെന്ന് കൈ പൊത്തിപ്പിടിച്ചിരിക്കുന്ന ആകാശിനെ ശ്രദ്ധിച്ച എല്ലാവരും ഒന്നമ്പരന്നു. ഒരു നിമിഷം ആകെ നിശബ്ദമായി അവിടം. ആരും പേടിക്കണ്ട, മുണ്ടഴിഞ്ഞു പോകാതിരിക്കാൻ കെട്ടിയ ബെൽറ്റിൻ്റെ കൊളുത്ത് ഒന്ന് മോതിരത്തിൽ ഉടക്കിയതാ. അപ്പോൾ അവിടെ ഉയർന്ന ആ പൊട്ടിച്ചിരിയിൽ കുരവയിട്ടവരുടെ ശബ്ദം പോലും അലിഞ്ഞു പോയിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.